ഇവിടെ ഈ ബെഡ്റൂം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ട് വേണം, ഒരു വർക്കിംഗ് ടേബിൾ വേണം, ഒരു ബേ വിൻഡോ വേണം, പിന്നെ യൂസ്ഡ് ക്ലോത്തിൻ്റെ ഒരു പോർഷൻ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. ഈ റൂമിൻ്റെ സൈസ് വരുന്നത് പറഞ്ഞാൽ 4 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമാണുള്ളത്. ആ റൂമിലാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാ നമുക്ക് കാണാം എന്തൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന്. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന. അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ നമ്മളൊരു ഫുൾ ബേ വിൻഡോ ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വാർഡ്രോബ് കൊടുത്തു. അതിൽ തന്നെ ഒരു ഓപ്പൺ ഷെൽഫ്, പിന്നെ ഒരു പുൾ ഔട്ട്, അങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ ചെയ്തേക്കുന്ന അതേപോലെ തന്നെ ഡബിൾ ഡോറിൻ്റെ ഒരു വാർഡ്രോബ് കൊടുത്തു. സെൻറ്ററിലൊരു യൂസ്ഡ് ക്ലോത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോർഷൻ കൊടുത്തു. പിന്നെ നമ്മൾ ലോഫ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ലോഫ്റ്റ് ഏരിയയിൽ തന്നെ ഇതിൻ്റെ ബോട്ടത്തിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് ടോട്ടൽ ലൈറ്റിംഗ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു പോർഷനിൽ ഒരു മിറർ യൂണിറ്റ് കൊടുത്തു. അത് ടോട്ടൽ ലെങ്തിൽ വരുന്ന രീതിയിലുള്ളൊരു മിററാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ഫുൾ വ്യൂ കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇവിടെ സീറ്റ് ഇട്ടിട്ട് ഒരാൾക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് ഡ്രസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിററിനാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സെയിം ഈ ഒരു ബോർഡ് ബാക്ക് ബോർഡിൻ്റെ സെയിം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്താണ് അത് ചെയ്തേക്കുന്നത്. അതുമായിട്ടൊരു പക്ക മാച്ചിങ് ഉള്ള രീതിയിലാണ് ആ മിററിൻ്റെയും ഷേപ്പ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ലൈറ്റിൻ്റെ കൺട്രോളൊക്കെ നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വരുന്ന ഒരു വർക്ക് സ്റ്റേഷനാണ്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഒരു കീബോർഡും മൗസ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ചെറിയൊരു ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിമോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ബോട്ടം ഏരിയ വരുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വയസ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടോട്ടൽ കൺട്രോൾ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ബോട്ടത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വയസ്സ് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഷെൽഫ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലിതെല്ലാം കിടന്നിട്ട് നമുക്ക് ജസ്റ്റ് ആവശ്യമുള്ള വയർ മാത്രമായിരിക്കും മേളിൽ വരുന്നത്. അപ്പോൾ ഈ ടേബിളിൽ ആവശ്യമില്ലാതെ വയർ കിടക്കുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അത് കംഫർട്ടായിട്ട് അത് താഴെ ഇരിക്കും. പിന്നെ നമുക്കൊരു AC-യുടെ സ്റ്റെബിലൈസർ വരുന്നുണ്ട്. പിന്നെ ഒരു വൈഫൈ ഡിവൈസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ബോട്ടം ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് നമ്മൾ നോക്കിയാൽ അത് കാണാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വേറെ ഡിസ്റ്റർബൊന്നും ഇല്ലാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഈ വാർഡ്രോബിൽ സെറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ഡ്രസ്സിങ് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്, ഒരു ക്യാഷ് ഡ്രോ കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഫുള്ളി സ്റ്റോറേജ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ സെൻട്രലായിട്ടൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തു. ഇവിടെ ഒരു പുൾ ഔട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോസ്മെറ്റിക്സോ അല്ലെങ്കിൽ ഇന്നർ വെയർ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് എന്ത് ആവശ്യമാണെങ്കിലും വെക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു 2 ടയർ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ബേ വിൻഡോ ഏരിയയിലേക്ക് വരുമ്പോൾ ടോട്ടലി ഒരു വുഡൻ ബോർഡർ കൊടുത്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൽ പ്ലസ് ഒരു കുഷ്യനും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്താണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മൾ സെൻട്രലിൽ 2 ഡ്രോയർ സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. അത് ടാൻഡം ബോക്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബെഡ്ഷീറ്റ് വലിയ സാധനങ്ങളൊക്കെ നമുക്ക് വിരിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബോട്ടത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തു. പ്ലസ് ഇവിടെയും സെയിം തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിലും അതേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു യൂസ്ഡ് ക്ലോത്തിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കുക്ക് ചെയ്യാവുന്ന രീതിയിലും ഹാങ് ചെയ്യാവുന്ന രീതിയിലുമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. 2 ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന് വേണ്ട എയർ വെൻറ്റും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാർഡ്രോബിൽ വന്നേക്കുന്നത്. നമ്മൾ ടോപ്പ് ഏരിയ വരുമ്പോൾ ലോഫ്റ്റ് ഏരിയ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ടോട്ടൽ സ്റ്റോറേജ് ആയിട്ട് വലിയ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഈ വാർഡ്രോബിനെക്കാട്ടി ഒരു 10 സെൻറ്റിമീറ്റർ വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലൈറ്റിങ് കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ സ്റ്റോറേജിൻ്റെ അളവ് കൂട്ടി വലിയ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് ഈ ലോഫ്റ്റ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കോട്ടാണ് വരുന്നത്. ഒരു ക്യൂൺ സൈസ് കോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിൽ. ഇത് ഫുള്ള് കുഷ്യൻ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. ടോട്ടലി കുഷ്യൻ ചെയ്തിട്ടാണ്. ഇത് നമ്മളൊരു മെറ്റൽ ഫ്രെയിം കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് അതിൽ കുഷ്യൻ കവർ ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഒരു ഹെഡ് ബോർഡും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ് ബോർഡ് വരുന്ന ഈ ഒരു വാൾ നമ്മളൊരു ടെക്സ്ചർ ഫിനിഷ് ആണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലൂട്ടർ പാനലും കൂടെ കൊടുത്തിട്ട് ഒരു സൈഡ് ടേബിളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡ്രോയറായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബെഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലായിരുന്നത്. സോക്കറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ടിരിക്കുന്നത്. നമ്മളിവിടെ ഒരു കർട്ടനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടനൊരു പെൽമെറ്റൊക്കെ കൊടുത്തിട്ട് ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ AC വരുന്നതുകൊണ്ട് തന്നെ ഫുൾ ലെങ്ത് കർട്ടൻ കൊടുക്കാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്.
അപ്പോൾ അതൊരു ഷിയറും കൂടെ വരുന്ന രീതിയിലാണ് കർട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസിന് വേണ്ടിയിട്ടും ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്